കോയമ്പത്തൂരിൽ നിന്നും ഈറോഡിലേക്കുള്ള യാത്രയ്ക്കിടെ ഞാൻ ഏകദേശം ഈറോഡിന് അടുത്ത് എത്തിയിരിക്കുന്നു. ഇത് ഈറോഡിന് തൊട്ട് മുമ്പുള്ള ഒരു ചെറിയ ടൗണാണ്. ഈറോഡിൻ്റെ നഗര കാഴ്ചകൾ ഏകദേശം ഇവിടെ തന്നെ തുടങ്ങുകയാണ്. നമ്മൾ പോകുന്ന വഴിക്കുള്ള ഈ ഒരു കാഴ്ചകൾ പണ്ടത്തെ തമിഴ്നാട്ടിലെ കാഴ്ചകളുമായിട്ട് നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഏകദേശം ആ കാഴ്ചകളിൽ നിന്നെല്ലാം ഏകദേശം 100% അതിൽ കൂടുതലും തമിഴ്നാട് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതായത് പണ്ടൊക്കെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് വീതിയില്ലാത്ത റോഡുകൾ, അതുപോലെ തന്നെ വൃത്തി ഒട്ടുമില്ല. റോഡിലാകെ ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ എല്ലാം നിറഞ്ഞു കിടന്നിരുന്ന ഒരു സംസ്ഥാനം ഇപ്പോൾ മാറിയിരിക്കുന്ന മാറ്റം, ഈ മാറ്റം ഏകദേശം 2010 ശേഷം ഉണ്ടായതാണ് എന്ന് പറയുന്നതിൽ വലിയ അതിശയോക്തി ഇല്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം ഞാൻ 2010 അതിനു മുമ്പുമൊക്കെ തമിഴ്നാട് വരുമ്പോഴത്തേക്കും പണ്ട് നമ്മൾ വരുമ്പോൾ ഉള്ളതിനേക്കാളും വലിയ വ്യത്യാസങ്ങളൊന്നും തമിഴ്നാട്ടിലെ കാഴ്ചകൾക്കില്ല. പക്ഷേ ഇപ്പോൾ ഈ കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പുതിയ കാലത്തിൻ്റെ രീതിയിലുള്ള കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ ഉള്ള വ്യവസായ സ്ഥാപനങ്ങൾ, ഓരോ വാഹനങ്ങളുടെ ഷോറൂമുകൾ, അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഈ പോകുന്ന റോഡിൻ്റെ രണ്ട് സൈഡിലും ഇഷ്ടം പോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ പലതരത്തിൽ ഉള്ള, ഏകദേശം നമ്മൾ ഒരു അതിശയോക്തിയായിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും അച്ഛനെയും അമ്മയും ഒഴിച്ച് ബാക്കി എന്തും കിട്ടും എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ എല്ലാ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ടൗണുകളെല്ലാം ആ ഒരു രീതിയിൽ അത്രയ്ക്ക് മാറിയിരിക്കും. അത്രയ്ക്ക് മാറ്റമാണ് ഈ തമിഴ്നാട്ടിലെ മെയിനായിട്ടുള്ള ടൗണുകൾ മാത്രമല്ല, മിക്കവാറും ഒരു ചെറിയ ജംഗ്ഷന് വരെ വന്നിരിക്കുന്ന ആ ഒരു മാറ്റങ്ങളെന്ന് വെച്ചാൽ വളരെ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം ഈ തരത്തിലൊന്നുമല്ല നമ്മൾ ഓരോ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഈ റോഡ് വരുന്നത്. എന്നിരുന്നാൽ പോലും ഞാൻ ആ ഒരു പുതിയ കാലത്തിൻ്റേതായിട്ടുള്ള കാഴ്ചകളാണ് എങ്ങും. എല്ലാ സ്ഥലത്തും തന്നെ പുതിയ കെട്ടിടങ്ങളാണ് നമ്മൾ കാണുന്നത്. പുതിയ കാലത്തിൻ്റേതായിട്ടുള്ള കെട്ടിടങ്ങളാണ്, പുതിയ രീതിയിലുള്ള ഓഫീസുകളാണ്. അതേപോലെ സ്ഥാപനങ്ങളാണെങ്കിലും വ്യവസായ സ്ഥാപനങ്ങളാണെങ്കിലും കടകളാണെങ്കിലും എല്ലാം തന്നെ വളരെ ഏറെ മാറ്റം വന്നിരിക്കുന്ന നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ പോകുന്ന വഴിക്ക് മുഴുവൻ. ഏതാണ്ട് ഈ റോഡ് ടൗണിൻ്റെ കാഴ്ചകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം 5 കിലോമീറ്ററിന് ഞാൻ എവിടെയോ ഒരു ബോർഡിൽ എഴുതിയിരിക്കുന്നത് കണ്ടു. ഏതായാലും ഈ ബസ്സിൽ നിന്ന് അടുത്ത ജംഗ്ഷനിൽ ചെല്ലുമ്പോഴത്തേക്കും ഇറങ്ങി കുറച്ച് ദൂരം നടക്കാനാണ് എൻ്റെ തീരുമാനം. ശരിക്കും അങ്ങനെ നമ്മൾ നടന്നാൽ മാത്രമേ ഒരു ടൗണിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കൃത്യമായിട്ട് അത് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബസ്സിൽ നിന്ന് അടുത്ത ഒരു സ്റ്റോപ്പ് നോക്കി ഞാൻ ഇറങ്ങി ഇനി കാഴ്ചകളിലേക്ക് പതുക്കെ നടന്നു പോകാം എന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ്. അങ്ങനെ ഞാൻ നടക്കുമ്പോഴത്തേക്കും എൻ്റെ വലത്ത് സൈഡിൽ ഞാൻ റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ റോഡിലെ വാഹന തിരക്കുകൾ നല്ല രീതിയിൽ, പ്രത്യേകിച്ചും തമിഴ്നാട്ടിലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ റോഡെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാവസായിക നഗരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഉള്ള ആ വാഹനത്തിൻ്റേതായാലും ടൗണിലും തിരക്കുകൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ഇന്നൊരു ശനിയാഴ്ചയും കൂടി ആയതിനാൽ
മിക്കവാറും ഓഫീസുകളെല്ലാം ഇപ്പോഴത്തെ പുതിയ കാലത്തിൻ്റെ രീതി അനുസരിച്ച് ശനിയാഴ്ച പല ഓഫീസുകൾക്കും, പ്രത്യേകിച്ച് IT ഫീൽഡിലും ഉള്ള ഓഫീസുകൾക്കൊക്കെ അവധിയായിരിക്കും. അപ്പോൾ ഞാൻ വന്ന് കൃത്യമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഈറോഡ് ജില്ലയുടെ ആസ്ഥാനമായിട്ടുള്ള കളക്ടറേറ്റിന് മുമ്പിലാണ്. അവിടുന്ന് ആയാലും ഞാൻ സ്വല്പം അവിടെ മുമ്പോട്ട് തുടർന്നു. അപ്പോൾ ആദ്യം കണ്ട ആ ഒരു സിഗ്നലിൻ്റെ ഒരു ചെറിയതായിട്ടുള്ള ഒരു ബ്ലോക്ക്, ശരിക്കും ഒരു സിഗ്നൽ ബ്ലോക്ക് മാത്രമാണ്, ഒരുപാട് ദൂരത്തേക്കൊന്നുമില്ല. ഞാൻ പോകുന്നതിൻ്റെ നേരെ എതിർവശത്തെ റോഡിൽ കാണുന്നുണ്ട്. വേറെ എന്നാൽ ഞാൻ ഈ പോകുന്ന റോഡിൽ ആ വലിയ ബ്ലോക്കുകളൊന്നുമില്ല. കൃത്യമായിട്ട് വാഹനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പം ഞാനിതൊക്കെ കണ്ട് ആ ടൗണിൻ്റെ കാഴ്ചകൾ അത്യാവശ്യം കുറച്ചൊക്കെ എൻ്റെ മൊബൈലിലെ ക്യാമറയിൽ ഇതുപോലെ പകർത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും ഈ തമിഴ്നാടിൻ്റെ അല്ലെങ്കിൽ കർണാടകത്തിൻ്റെയൊക്കെ ഇതേപോലെയുള്ള ടൗണുകൾക്ക് വന്നിരിക്കുന്ന മാറ്റം ശരിക്കും നമ്മളെ അമ്പരപ്പിക്കുന്നത് തന്നെയാണ്. എത്ര ഞാൻ ഈ ഇറങ്ങിയിരിക്കുന്നത് ആ ഒരു സ്ഥലം ശരിക്കും ആശുപത്രികളുടെ ഒരു കൂടുതലായിട്ട് പ്രൈവറ്റ് ആശുപത്രികളുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ നടന്നു പോകുന്ന ആ വഴിക്ക് തന്നെ ഏകദേശം 8ഓളം ആശുപത്രി ഞാൻ എണ്ണി. അതിൽ ചിലതിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഉണ്ട്. അതേപോലെ വലത് സൈഡിൽ കാണുന്നതും ഒരു വലിയ ഹോസ്പിറ്റൽ കെട്ടിടമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ കൃത്യമായിട്ട് റോഡ് ഗതാഗതങ്ങൾ എളുപ്പമാക്കുന്നതിന് വേണ്ടി, അതുപോലെ വലിയ ബ്ലോക്കുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പ്രധാനപ്പെട്ട ജംഗ്ഷനിലും ഇതുപോലെയുള്ള ഫ്ലൈ ഓവറുകൾ, അത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ഏറ്റവും കുറവുള്ളത് എന്ന് ഏറ്റവും സങ്കടത്തോടെ ഞാൻ പറയുകയാണ്. നമ്മുടെ എല്ലാം ടൗണുകളിലെ ബ്ലോക്കുകൾ കുറേ വ്യത്യാസം വന്നേനെ, വളരെ കുറഞ്ഞേനെ ഇതേപോലെയുള്ള ഫ്ലൈ ഓവറുകൾ ഉണ്ടെങ്കിൽ. കാരണം പ്രധാന ജംഗ്ഷനിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള പല റോഡുകളും ഇപ്പോഴും ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ മെട്രോ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടായെങ്കിൽ പോലും സാധാരണ വാഹനങ്ങളിൽ, കാറിലോ അല്ലെങ്കിൽ ബസ്സിലോ യാത്ര ചെയ്യുന്നവർക്ക് ഇപ്പോഴും നമ്മൾക്ക് അറിയാം, എറണാകുളത്ത് ചെല്ലുമ്പോഴത്തേക്കും ഏകദേശം കളമശ്ശേരി ആകുന്നതിന് മുമ്പേ തുടങ്ങും ബ്ലോക്ക്. കളമശ്ശേരിയിൽ നിന്ന് ഏകദേശം 10-12 കിലോമീറ്ററുകൾ ഉണ്ട് എറണാകുളം ടൗണിലേക്ക് എത്താൻ നിങ്ങൾ നമ്മൾ ഓർക്കണം. ഏതായാലും ഞാനിപ്പോൾ ആ ബസ് സ്റ്റാൻഡ് അന്വേഷിച്ചാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഒരു ബോർഡിൽ 1 കിലോമീറ്റർ എന്ന് കണ്ടു. ഞാൻ കുറച്ച് കണ്ടെത്തി, ഏകദേശം 4 കിലോമീറ്ററായി ഞാൻ നടക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ നടന്ന് ഇതേ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ ചുവട്ടിലേക്ക് എത്തി. അപ്പോൾ മുമ്പിലായിട്ട് കുറച്ച് അകലെയായിട്ട് ഞാൻ അടുത്തൊരു ബോർഡ് കാണുന്നുണ്ട്, ഇടത്തോട്ടാണ് ഇവിടുന്ന് പോകുന്നതെന്ന്. അപ്പോൾ തന്നെ ഈ ഫ്ലൈ ഓവറിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഫ്ലൈ ഓവർ രണ്ടായിട്ട് തിരിയുന്നു. കുറച്ചുകൂടി മുമ്പ് ചെല്ലുമ്പോഴത്തേക്കും, അതായത് ആ പ്രധാന ജംഗ്ഷൻ എത്തുമ്പോഴത്തേക്കും വേറെ ഒരു സ്ഥലത്തേക്കും കൂടെ ഈ ഫ്ലൈ ഓവർ രണ്ടായിട്ട് തിരിഞ്ഞ് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന ഇതിൽ തന്നെ 2 ലൈൻ വണ്ടികൾ പോകുന്നുണ്ട്. പക്ഷേ തിരിച്ച് പക്ഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഫ്ലൈ ഓവർ തന്നെ ഉണ്ടാവാം. അതിനോടനുബന്ധിച്ച് വേറൊരു ഫ്ലൈ ഓവറും കൂടെ വന്ന് ചേരുകയാണ്. വേറെ ഏതോ സ്ഥലത്തേക്ക് പോകുന്ന ഫ്ലൈ ഓവറാണത്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ആ ടൗൺ പ്ലാനിങ്ങിൽ ഉൾക്കൊള്ളിച്ച് വളരെ കൃത്യമായിട്ട് അതെല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ ആ ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് 500 മീറ്ററും കൂടെ ഇടത്തോട്ട് പോയാൽ ബസ് സ്റ്റാൻഡാന്ന് അവിടെ ബോർഡുണ്ട്. ഞാനത് പ്രകാരം ബസ് സ്റ്റാൻഡ് കാഴ്ചകൾ വളരെ വലിയ ബസ് സ്റ്റാൻഡെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകളിലേക്ക് ഒക്കെ പോകുന്നതിനായിട്ട് ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ പോകുന്ന ആ റോഡ് നടന്നു പോകുമ്പോൾ ആ റോഡിലെ കാഴ്ചകളാണ്. ശനിയാഴ്ച വളരെ തിരക്കുള്ള റോഡാണ്. ഏതായാലും ഞാൻ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ എത്താറായിരിക്കുന്നു.